വനിതകൾക്കായി 90+ മിനി ഡീലർ ഹബ്ബുകൾ നൽകുന്നു. സ്വന്തം നാട്ടിൽ സ്വന്തം ബിസിനസ് തുടങ്ങാം. ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. നമസ്കാരം. നടൻ ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ട് LDFന്റെ വികസന മുന്നേറ്റ ജാഥ തുടങ്ങി. വികസന ജനക്ഷേമ പദ്ധതികൾ എണ്ണിപ്പറഞ്ഞ മുഖ്യമന്ത്രി. ജനങ്ങൾ ഭരണത്തുടർച്ച ആഗ്രഹിക്കുന്നുവെന്നും സംസ്ഥാനത്ത് ഒന്നും നടക്കില്ലെന്ന അവസ്ഥ മാറിയെന്നും പിണറായി വിജയൻ. കേന്ദ്ര ഏജൻസികൾക്കും പ്രതിപക്ഷത്തിനും രൂക്ഷ വിമർശനം. ബിനോയ് വിശ്വം നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥയ്ക്ക് നാളെ കൊച്ചിയിൽ തുടക്കമാകും. മാണി സി കാപ്പൻ LDF വിട്ടു. നാളെ ഐശ്വര്യ കേരള യാത്രയിൽ പങ്കെടുക്കും. മാണി സി കാപ്പന്റേത് മാന്യതയില്ലാത്ത രാഷ്ട്രീയ നിലപാടെന്ന് A വിജയരാഘവൻ. MLA സ്ഥാനം രാജിവെക്കണമെന്ന് കാനം രാജേന്ദ്രൻ. മാണി സി കാപ്പന്റെ മുന്നണി മാറ്റത്തിൽ ഇടതുമുന്നണിക്ക് ഒരു കോട്ടവും വരില്ലെന്ന് ജോസ് കെ മാണി. ഇല്ലാത്ത വിഷയത്തിന്റെ പേരിൽ ഒരു വ്യക്തി നിലപാട് മാറ്റുമ്പോൾ പ്രതികരിക്കേണ്ട കാര്യമില്ലെന്നും ജോസ് കെ മാണി. മാണി സി കാപ്പന്റെ മുന്നണി മാറ്റത്തിൽ NCPയുടെ നിലപാട് പ്രഖ്യാപനം വൈകും. ചർച്ചകൾ പൂർത്തിയായിട്ടില്ലെന്ന് TP പീതാംബരൻ. മുന്നണി മാറ്റത്തിന് കേന്ദ്ര നേതൃത്വത്തിന്റെ പിന്തുണയില്ലെന്ന NCP സംസ്ഥാന അധ്യക്ഷൻ. LDF ഇടാനുള്ള മാണി സി കാപ്പന്റെ തീരുമാനം അനുചിതം. അനുനയിപ്പിക്കാൻ ശ്രമിക്കില്ലെന്നും TP പീതാംബരൻ. മാണി സി കാപ്പന്റെ പ്രഖ്യാപനം ദൗർഭാഗ്യകരമെന്ന മന്ത്രി AK ശശീന്ദ്രൻ. 5 തവണ വിജയിച്ച ശശീന്ദ്രൻ മുന്നണിക്ക് പേരുദോഷമുണ്ടാക്കിയെന്ന് മാണി സി കാപ്പൻ. മാണി സി കാപ്പന്റെ വരവ് UDFന് ഗുണം ചെയ്യുമെന്ന് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും. പാലായിൽ ജയിക്കാനാകുമെന്ന് ഉമ്മൻചാണ്ടി. NCP LDF ചതിച്ചെന്ന് രമേശ് ചെന്നിത്തല. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും വനിതകൾക്കും കൂടുതൽ പരിഗണനയെന്ന് ഉമ്മൻചാണ്ടി. PSC നിയമന വിവാദം ലോക്സഭയിൽ. കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് NK പ്രേമചന്ദ്രൻ MP. PSC ഉദ്യോഗാർത്ഥികളുടെ സമരത്തെ ന്യായീകരിച്ച് CPI. തൊഴിലിനായുള്ള സമരങ്ങളെല്ലാം ന്യായമെന്ന് കാനം രാജേന്ദ്രൻ 24 സർക്കാരിന് പരിഹരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നതെന്ന് A വിജയരാഘവൻ. സർക്കാരിന്റെ ഉറപ്പ് ലഭിക്കും വരെ സമരം തുടരുമെന്ന് ഉദ്യോഗാർത്ഥികൾ. സംസ്ഥാനത്ത് ഇന്ന് 5471 പേർക്ക് കോവിഡ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 6.36. 24 മണിക്കൂറിൽ പരിശോധിച്ചത് 85,969 സാമ്പിളുകൾ. 5835 പേർ ഇന്ന് രോഗമുക്തരായി. 16 മരണം കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 3970. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിൽ. BPCL പദ്ധതി ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന വേദിയിൽ ഇരിപ്പിടം നിഷേധിച്ചെന്ന് ഹൈബി ഈഡൻ MP. രാഷ്ട്രീയ താൽപര്യം മുൻനിർത്തി V മുരളീധരന് ഇടം നൽകിയെന്നും ആരോപണം. അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകി. ഹൈബി ഈഡനെ ക്ഷണിച്ചിരുന്നുവെന്ന് പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പ്രധാനമന്ത്രിയുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി ശോഭാ സുരേന്ദ്രൻ. ഇന്ധനവില വർധനവിനെ ന്യായീകരിച്ച് പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ആവശ്യത്തിനനുസരിച്ച് ഉൽപാദനം ഉയരാത്തതാണ് വില വർധനവിന് കാരണമെന്ന് കേന്ദ്രമന്ത്രി. രാജ്യത്ത് ഇന്ധനവില കുതിക്കുന്നു. ഡീസലിന് 38 പൈസയും പെട്രോളിന് 30 പൈസയും വർദ്ധിപ്പിച്ചു. കൊച്ചിയിൽ പെട്രോൾ വില 88 രൂപ 60 പൈസയായി. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ഒറ്റഘട്ടമായി നടത്തണമെന്ന് പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ. ഏപ്രിൽ 15 മുൻപ് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് കോൺഗ്രസും ഇടത് പാർട്ടികളും. വോട്ടെടുപ്പ് മെയിൽ മതിയെന്ന് BJP. നിലപാട് വ്യക്തമാക്കിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായുള്ള ചർച്ച. കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് രാജസ്ഥാനിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ട്രാക്ടർ റാലി. പട്ടിണിയും തൊഴിലില്ലായ്മയുമാണ് പ്രധാനമന്ത്രി രാജ്യത്തിന് നൽകുന്ന വാഗ്ദാനങ്ങളെന്ന് രാഹുൽ ഗാന്ധി. പാർലമെന്റിന്റെ പ്രതിരോധ സ്ഥിരം സമിതി അംഗങ്ങൾ ഗാൽവൻ സന്ദർശിക്കും. BJP അംഗം നയിക്കുന്ന സംഘത്തിൽ നിന്ന് രാഹുൽ ഗാന്ധി പിന്മാറി. റിപ്പബ്ലിക് ദിനത്തിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് നടൻ ദീപ് സിദ്ധുവിനെയും കൂട്ടുപ്രതി ഇക്ബാൽ സിംഗിനെയും ചെങ്കോട്ടയിൽ എത്തിച്ച് തെളിവെടുത്തു. ട്രാക്ടർ പരേഡുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങളിൽ 3 പേർ കൂടി അറസ്റ്റ്. കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ സുമിത് കുമാറിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചെന്ന പരാതിയിൽ ദുരൂഹതയില്ലെന്ന് പോലീസ്. കസ്റ്റഡിയിലെടുത്തവർക്ക് സ്വർണ്ണക്കടത്ത് ഹവാല സംഘങ്ങളുമായി ബന്ധമില്ല. കസ്റ്റംസിന്റെ വാഹനത്തെ പിന്തുടർന്നിട്ടില്ലെന്ന് യുവാക്കളുടെ വിശദീകരണം. ഡോളർ കടത്ത് കേസിൽ അന്വേഷണം നിർണായക ഘട്ടത്തിലെന്ന് കസ്റ്റംസ്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഐശ്വര്യ കേരള യാത്രയ്ക്ക് പിന്തുണയുമായി എത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. നടപടി 6 പേർക്കെതിരെ. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഉത്തരവ്. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസുകാരെ സസ്പെൻഡ് ചെയ്ത നടപടി തെറ്റെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കോടതി നിർദ്ദേശവും വ്യവസ്ഥകളും ലംഘിച്ച് മുൻ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് രാഷ്ട്രീയ കൂടിക്കാഴ്ച നടത്തിയ സംഭവം പരിശോധിക്കുമെന്ന് വിജിലൻസ്. മുൻ മന്ത്രിയുടെ നീക്കം കേസിനെ ബാധിക്കുന്നതാണെങ്കിൽ നടപടിയെടുക്കുമെന്ന് വിജിലൻസ്. കോടതി നിർദ്ദേശങ്ങൾ VK ഇബ്രാഹിം കുഞ്ഞ് ലംഘിച്ചെങ്കിൽ പരിശോധിക്കേണ്ടത് കോടതിയാണെന്നും അന്വേഷണ സംഘം.
ശബരിമല വിഷയത്തിൽ രമേശ് ചെന്നിത്തലയുടെ മറുപടിയെ സ്വാഗതം ചെയ്ത് NSS. സുകുമാരൻ നായരുടെ വിശദീകരണം ബില്ല് കൊണ്ടുവരാനുള്ള പ്രതിപക്ഷ നേതാക്കളുടെ ശ്രമങ്ങളെ പരാമർശിച്ച് NSS നിലപാടിന് ചിലർ ദുർവ്യാഖ്യാനം ചെയ്തു. ശബരിമല വിഷയത്തിൽ NSSന്റെ രാഷ്ട്രീയ ലക്ഷ്യമില്ലെന്നും വാർത്താക്കുറിപ്പ്. PSC ഉദ്യോഗാർത്ഥികളുടെ സമരം ആസൂത്രിതമെന്ന് ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്. തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ സമരം തുടങ്ങിയതിനു പിന്നിൽ ഗൂഢലക്ഷ്യം. സമരക്കാരോട് സർക്കാരിന് തുറന്ന മനസ്സാണെന്നും താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നത് അധിക സാമ്പത്തിക ബാധ്യതയാകില്ലെന്നും ധനമന്ത്രി. പ്രധാനമന്ത്രിയുടെ നാളത്തെ പരിപാടിയിൽ ഹൈബി ഈഡൻ MPക്ക് ഇരിപ്പിടം നിഷേധിച്ച വിവാദത്തിൽ ഇരിപ്പിടം ക്രമീകരിച്ചതിനെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകി ഹൈബി ഈഡൻ. സംസ്ഥാന സർക്കാരിനെ പരിഹസിച്ചും വിമർശിച്ചും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. വികസനം നടത്താതെ പത്രങ്ങളിൽ പരസ്യം നൽകുന്ന സർക്കാർ അതിന്റെ ഒരംശം വികസനത്തിന് ഉപയോഗിക്കാൻ സന്നദ്ധമാവണം. താൻ നടത്തിയ വികസനങ്ങൾ വിശദീകരിച്ച് പരസ്യം നൽകാൻ പണമില്ല. പരസ്യമല്ല, നിലപാടെടുക്കലാണ് ഭരണമെന്നും ഉമ്മൻചാണ്ടി. ക്യാമ്പസ് ഫ്രണ്ട് നേതാവ് റൌഫ് ഷെരീഫ് അറസ്റ്റിൽ. കാക്കനാട് ജയിലിലെത്തി UP പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി. ഹത്രാസ് കലാപത്തിന് പണമെത്തിച്ചു എന്ന കേസിലാണ് നടപടി. കോഴിക്കോട് തൂണേരിയിൽ ഗൃഹനാഥനെ തട്ടിക്കൊണ്ടുപോയി. മുടവന്തേരി സ്വദേശി MT അഹമ്മദിനെയാണ് തട്ടിക്കൊണ്ടുപോയത്. പുലർച്ചെ പള്ളിയിൽ നിസ്കാരത്തിന് പോകുമ്പോൾ തടഞ്ഞു നിർത്തി ബലമായി കാറിൽ പിടിച്ചു കയറ്റുകയായിരുന്നു. ബന്ധുക്കളുടെ പരാതിയിൽ കേസെടുത്ത് നാദാപുരം പോലീസ്. ദേശീയ വാർത്ത. രാജ്യത്ത് പുതുതായി 12,143 പേർക്ക് കൂടി കോവിഡ്. 103 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. 24 മണിക്കൂറിനിടെ 11,395 പേർക്ക് കൂടി രോഗമുക്തി. രാജ്യത്ത് ഇതുവരെ 80 ലക്ഷം പേർക്ക് കോവിഡ് പ്രതിരോധ വാക്സിൻ നൽകിയതായി ആരോഗ്യ മന്ത്രാലയം. 80 ലക്ഷം പേർക്ക് വാക്സിനേഷൻ നൽകിയത് 28 ദിവസത്തിനുള്ളിൽ. 20 ലക്ഷത്തിലധികം ആരോഗ്യ പ്രവർത്തകർ വാക്സിൻ സ്വീകരിച്ചു. ഛത്തീസ്ഗഡിൽ തിങ്കളാഴ്ച മുതൽ സ്കൂളുകളും കോളേജുകളും തുറക്കും. 9 മുതൽ 12 വരെയുള്ള ക്ലാസുകളാണ് പുനരാരംഭിക്കുന്നത്. കർശന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാകും ക്ലാസ്. ഡൽഹി അതിർത്തിയിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേരെ പ്രതിഷേധക്കാരുടെ ആക്രമണം. റിപ്പബ്ലിക് ദിനത്തിൽ ഡൽഹി അതിർത്തിയിൽ കാണാതായ പ്രതിഷേധക്കാരുടെ പോസ്റ്റ് ഒട്ടിക്കാനെത്തിയ ഉദ്യോഗസ്ഥരുടെ നേരെയാണ് ആക്രമണമുണ്ടായത്. തലയിലും ശരീരത്തിലും പരിക്കേറ്റ ഉദ്യോഗസ്ഥനെ ആശുപത്രിയിലേക്ക് മാറ്റി. സമരങ്ങളുടെ പേരിൽ പൊതുസ്ഥലങ്ങൾ അനിശ്ചിതമായി കൈവശപ്പെടുത്താനാകില്ലെന്ന വിധി ചോദ്യം ചെയ്ത് സമർപ്പിച്ച പുനഃപരിശോധനാ ഹർജി സുപ്രീം കോടതി തള്ളി. ഏത് സമയത്തും എല്ലായിടത്തും പ്രതിഷേധിക്കാനുള്ള അവകാശം വിനിയോഗിക്കാനാകില്ലെന്ന് ജസ്റ്റിസ് SK കൌൾ അധ്യക്ഷനായ ബെഞ്ച്. വിധി പുനഃപരിശോധിക്കേണ്ട സാഹചര്യമില്ലെന്നും സുപ്രീം കോടതി. ഹൈക്കോടതി ജഡ്ജിമാരുടെ നിയമനത്തിന് കൊളീജിയം കേന്ദ്ര ഗവൺമെന്റ് നൽകിയ ശുപാർശകൾ സുപ്രീം കോടതി സമയബന്ധിതമായി തീർപ്പാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ലോക്സഭയിലെ ശൂന്യവേളയിലാണ് ആവശ്യം ഉന്നയിച്ചത്. ലക്ഷദ്വീപിന്റെ സമഗ്ര വികസനം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ലക്ഷദ്വീപ് MP മുഹമ്മദ് ഫൈസൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നിവേദനം നൽകി. ദ്വീപിന് ടൂറിസത്തിന് അനന്ത സാധ്യതകളാണ് മുന്നിലുള്ളതെന്നും അവയെ പരമാവധി ഉപയോഗപ്പെടുത്താനുള്ള പദ്ധതികൾ നടപ്പിലാക്കണമെന്നും MP മുഹമ്മദ് ഫൈസൽ. മതവികാരം വ്രണപ്പെടുത്തുന്ന സിനിമകളും വെബ് സീരീസുകളും വ്യാപകമായി പുറത്തിറങ്ങുന്നുവെന്ന് കേന്ദ്ര വാർത്താ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ. ഇത് തടയാൻ പുറത്തിറങ്ങുന്ന പ്ലാറ്റ്ഫോമുകൾ സ്വയം നിയന്ത്രിത സംവിധാനം ഏർപ്പെടുത്തണമെന്നും മന്ത്രി. മഹാരാഷ്ട്രയിലെ പാൽക്കറിൽ കെമിക്കൽ ഫാക്ടറിയിൽ തീപിടുത്തമുണ്ടായത് താരാപൂർ പട്ടണത്തിലെ ഫാക്ടറിയിൽ. ഫയർഫോഴ്സ് എത്തി തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. മംഗളൂരുവിൽ വാലന്റൈൻസ് ഡേ ആഘോഷങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി പോലീസ്. ബീച്ചുകൾ, മാളുകൾ, ഹോട്ടലുകൾ തുടങ്ങിയിടങ്ങളിൽ പരിശോധന ശക്തമാക്കും. അനാവശ്യ ആഘോഷങ്ങൾ ഒഴിവാക്കണമെന്ന് മംഗളൂരു പോലീസ് മേധാവി ശശികുമാർ. മധ്യപ്രദേശിലെ മട്ല ജില്ലയിൽ പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 2 നക്സലുകൾ കൊല്ലപ്പെട്ടു. ഏറ്റുമുട്ടലുണ്ടായത് ലാപ്പൂരിൽ. നക്സലുകളുടെ മൃതദേഹം കണ്ടെത്തിയത് മോദിനുള്ള പോലീസ് സ്റ്റേഷൻ പരിധി. വരും കാലത്ത് ഇന്ത്യ ലോകത്തെ മികച്ച സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായി മാറുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ദീർഘകാല വളർച്ചയ്ക്കുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങളും പദ്ധതികളുമാണ് സർക്കാർ ആവിഷ്കരിക്കുന്നതെന്നും ധനമന്ത്രി. പ്രതികരണം ലോക്സഭയിലെ ബജറ്റ് ചർച്ചയ്ക്ക് മറുപടി നൽകുമ്പോൾ. കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് ഡൽഹി നോയിഡയിൽ വാഹനാപകടം. യമുന എക്സ്പ്രസ് ഹൈവേയിൽ 6 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. 12 പേരെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിലേക്ക് മാറ്റി. ഉത്തരാഖണ്ഡ് ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 38ആയി. 12 മൃതദേഹം കൂടി തിരിച്ചറിഞ്ഞു. പ്രദേശത്ത് പുതിയ തടാകം കണ്ടെത്തിയത് ആശങ്കയാകുന്നു. തടാകത്തിന്റെ ഉപഗ്രഹ ചിത്രം ലഭ്യമായതിനെ തുടർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്താൻ വിദഗ്ധ സംഘത്തെ നിയോഗിച്ചു. കാണാതായ 203 പേരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. തമിഴ്നാട് ശിവകാശിയിലെ പടക്ക നിർമ്മാണശാലയിൽ വീണ്ടും സ്ഫോടനം. 9 പേർക്ക് പരിക്ക്. അഗ്നിശമന സേനയെത്തി തീയണയ്ക്കാനുള്ള ശ്രമം പുരോഗമിക്കുന്നു. ഇന്നലെ മറ്റൊരു പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ 19 പേർ മരിച്ചിരുന്നു.
പ്രകൃതി ദുരന്തങ്ങൾ നേരിട്ട 5 സംസ്ഥാനങ്ങൾക്ക് 3113 കോടി രൂപ ധനസഹായം പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും ധനസഹായം പ്രഖ്യാപിച്ചത് ആന്ധ്രാപ്രദേശ്, ബീഹാർ, തമിഴ്നാട്, പുതുച്ചേരി, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾക്ക്. മുംബൈയിൽ അനധികൃതമായി ആയുധം കൈവശം വെച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ. 2000-ൽ അന്തേരി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയാണ് പിടിയിലായത്. മഹാരാഷ്ട്രയിലെ നാഗ്പൂർ സെൻട്രൽ ജയിലിൽ ജീവപര്യന്തം തടവിൽ കഴിയുന്ന നക്സൽ ശാസ്ത്രജ്ഞനും മുൻ ഡൽഹി യൂണിവേഴ്സിറ്റി പ്രൊഫസറുമായ GN സായിബാബയ്ക്ക് കോവിഡ്. 4 തടവുകാർക്കും രോഗം സ്ഥിരീകരിച്ചു. അന്താരാഷ്ട്ര വാർത്തകൾ. ഇറ്റാലിയൻ പ്രധാനമന്ത്രിയായി മരിയോ ദ്രാഗി സത്യപ്രതിജ്ഞ ചെയ്തു. 5 സ്റ്റാർ മൂവ്മെന്റ് പാർട്ടി നേതാവായി ദ്രാഗിയെ ക്യാബിനറ്റ് തെരഞ്ഞെടുത്തത് ഏകകണ്ഠമായി. യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് മുൻ മേധാവിയാണ് മരിയോ ദ്രാഗി. ലോകത്ത് വിവിധ രാജ്യങ്ങളിൽ കോവിഡിന്റെ വ്യാപനം കുറയുന്നത് പ്രതീക്ഷ നൽകുന്നതാണെന്ന് ലോകാരോഗ്യ സംഘടന. പ്രതിദിന പോസിറ്റീവ് നിരക്ക് തുടർച്ചയായി 4 ആഴ്ചയായും മരണനിരക്ക് തുടർച്ചയായ 2 ആഴ്ചയായും കുറഞ്ഞു. പൂർണ്ണമായി നിയന്ത്രണങ്ങൾ പിൻവലിക്കുന്നത് അപകടമാണെന്നും ലോകാരോഗ്യ സംഘടന. മ്യാൻമറിലെ പ്രതിഷേധക്കാർക്ക് നേരെ കടുത്ത നടപടിയുമായി പോലീസ്. ദേശീയതയെ അപകടപ്പെടുത്തുന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ പരാമർശം നടത്തിയ 7 പേർക്കെതിരെ കേസ്. പ്രതികളിൽ ഭൂരിഭാഗവും നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി പാർട്ടി പ്രവർത്തകരെന്നും പോലീസ്. കുട്ടികളിൽ വാക്സിൻ സുരക്ഷിതമാണോ എന്നറിയാനൊരുങ്ങി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. 6 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ളവരിൽ വാക്സിൻ ഫലപ്രദമാണോ എന്ന് നിരീക്ഷിക്കും. 300-ലധികം പേരിൽ കുത്തിവയ്പ് നടത്തുമെന്നും ഓക്സ്ഫോർഡ് അധികൃതർ. ഇന്ത്യക്കെതിരായ ഭീകര പരാമർശങ്ങളെ തുടർന്ന് ബ്രിട്ടീഷ് മാധ്യമമായ ഗൽസ ടിവിക്കെതിരെ പിഴ ചുമത്തി ബ്രിട്ടീഷ് മീഡിയ റെഗുലേറ്ററി അതോറിറ്റി. നടപടി 2019 ഫെബ്രുവരി മുതൽ നവംബർ വരെയുള്ള കണ്ടെത്തലുകളെ തുടർന്ന് 50,000 പൗണ്ടാണ് പിഴ. മെൽബണിൽ 5 ദിവസത്തെ അടിയന്തര ലോക്ഡൌൺ ആരംഭിച്ചു. നിയന്ത്രണം ജനിതകമാറ്റം സംഭവിച്ച കൊറോണ വൈറസിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ലോക്ഡൌണിലും ഓസ്ട്രേലിയൻ ഓപ്പൺ ടൂർണമെന്റ് തുടരും. ചൈനയിലെ BBC നിരോധനത്തിനെതിരെ യൂറോപ്യൻ യൂണിയൻ. BBC വേൾഡ് ന്യൂസ് ടെലിവിഷനുമായുള്ള വിലക്ക് നീക്കണമെന്ന് യൂറോപ്യൻ യൂണിയൻ ആവശ്യപ്പെട്ട റിപ്പോർട്ടുകൾ. ചൈനയിൽ BBCക്ക് നിരോധനം ഏർപ്പെടുത്തിയത് വെള്ളിയാഴ്ച മുതൽ. ചൈനയുടെ തലസ്ഥാനമായ ബീജിംഗിൽ കടുത്ത പുകമഞ്ഞ്. ലൂണാർ പുതുവത്സരാഘോഷത്തിന്റെ തിളക്കം കെടുത്തിയെന്ന് ചൈനീസ് ജനത. വായുമലിനീകരണം വർദ്ധിച്ചതിനെ തുടർന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച സർക്കാർ. കൂടുതൽ അസ്ട്രാസെനേക വാക്സിൻ ഡോസുകൾ ഇറക്കുമതി ചെയ്യാൻ ബ്രസീൽ. വാക്സിൻ ഇറക്കുമതിക്ക് അനുമതി നൽകി ബ്രസീൽ ആരോഗ്യ സമിതിയായ അൻവിസ. അനുമതി കൂടുതൽ വാക്സിൻ ആവശ്യപ്പെട്ട് ബയോമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫിയോക്രൂസ് അഭ്യർത്ഥിച്ചതിന് പിന്നാലെ. പാകിസ്ഥാനിൽ ചൈനീസ് വാക്സിൻ കമ്പനിയായ കാൻസിനോ ബയോളജിക്സിന് അടിയന്തര ഉപയോഗത്തിന് അനുമതി. ഉടൻ വാക്സിൻ വിതരണം ആരംഭിക്കും. തീരുമാനം ഡ്രഗ് റെഗുലേറ്ററി അതോറിറ്റിയുടെ ക്ലിനിക്കൽ പരിശോധനയ്ക്ക് ശേഷം. പാകിസ്ഥാൻ അംഗീകാരം നൽകുന്ന 4ാമത്തെ വാക്സിനാണ് കാൻസിനോ. സൊമാലിയൻ തലസ്ഥാനമായ മൊഗാദിഷുവിൽ സ്ഫോടനം. 2 പേർ കൊല്ലപ്പെട്ടു, 10 പേർക്ക് പരിക്ക്. സൊമാലിയൻ പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിന് സമീപമുള്ള ചെക്ക് പോയിന്റിലേക്ക് സ്ഫോടക വസ്തുക്കളുമായി എത്തിയ കാർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ബ്രിട്ടനിൽ 14 ദശലക്ഷത്തിലധികം ജനങ്ങൾ കോവിഡ് വാക്സിന്റെ ആദ്യ ഡോസ് സ്വീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം. വാക്സിൻ സ്വീകരിക്കാത്ത മുതിർന്ന പൗരന്മാരും ആരോഗ്യ പ്രവർത്തകരും നിർബന്ധമായും വാക്സിൻ സ്വീകരിക്കണമെന്ന് നിർദ്ദേശം. മഞ്ഞിൽ കളിക്കുന്ന പാണ്ടകളുടെ ദൃശ്യം കൗതുകമാകുന്നു. ബെൽജിയത്തിലെ മൃഗശാലയിലാണ് മഞ്ഞിൽ കളിക്കുന്ന ഈ പാണ്ടക്കുഞ്ഞുങ്ങൾ ഉള്ളത്. സ്പോർട്സ്. ഇംഗ്ലണ്ടിനെതിരായ 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ഭേദപ്പെട്ട നിലയിൽ. 1ാം ദിനം കളി നിർത്തുമ്പോൾ 6 വിക്കറ്റ് 300 റൺസ് നിലയിലാണ് ഇന്ത്യ. രോഹിത് ശർമ്മ 161 റൺസും അജിങ്ക്യ രഹാനെ 67 റൺസും എടുത്തു. വിരാട് കോഹ്ലിയും ശുഭ്മാൻ ഗില്ലും റൺസ് ഒന്നും നേടാതെ പുറത്തായി. 33 റൺസുമായി ഋഷഭ് പന്തും 5 റൺസുമായി അക്സർ പട്ടേലുമാണ് ക്രീസിൽ. ലാലിഗയിൽ തുടർ വിജയം ആവർത്തിക്കാൻ ബാഴ്സലോണ ഇന്നിറങ്ങും. ആൽവേസ് എഫ്സിയാണ് എതിരാളി. മറ്റൊരു മത്സരത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് ഗ്രാനഡയുമായി ഏറ്റുമുട്ടും. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്ന് മാഞ്ചസ്റ്റർ സിറ്റി, ലിവർപൂൾ ടീമുകൾ കളത്തിൽ. മാഞ്ചസ്റ്റർ സിറ്റി ടോട്ടനത്തെ നേരിടും. ലെക്സർ സിറ്റിയാണ് ലിവർപൂളിന്റെ എതിരാളി. ഓസ്ട്രേലിയൻ ഓപ്പണിൽ 4ാം റൗണ്ടിൽ കടന്ന് ലോക 1ാം നമ്പർ താരം നൊവാക് ജോക്കോവിച്ച് 3ാം റൗണ്ടിൽ അമേരിക്കൻ താരം ടൈലർ ഫ്രിറ്റ്സിനെയാണ് പരാജയപ്പെടുത്തിയത്. 4ാം റൗണ്ടിൽ കനേഡിയൻ താരം മിലോ റയോണിക്കാണ് ജോക്കോവിച്ചിന്റെ എതിരാളി. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് ചെന്നൈയിൻ FC ഗോവയെ നേരിടും. പ്ലേ ഓഫ് സാധ്യതകൾ അസ്തമിച്ച ചെന്നൈ കളത്തിലിറങ്ങുന്നത് ആശ്വാസ ജയം തേടി. മത്സരം രാത്രി 7:30 ഗോവ GMC സ്റ്റേഡിയത്തിൽ. ഐ ലീഗിൽ ഗോകുലം കേരള FCക്ക് തകർപ്പൻ ജയം. ട്രാവു FC 1-നെതിരെ 3 ഗോളിന് തോൽപ്പിച്ചു. എമിൽ ബെന്നി, ഷരീഫ് മുഹമ്മദ്, സുഡിക് ലിയാന എന്നിവരാണ് സ്കോറർമാർ. ജയത്തോടെ ഗോകുലം 6ാം സ്ഥാനത്ത്.
നോക്കാം ജില്ലാ വാർത്തകൾ. തിരുവനന്തപുരം ചെങ്കോട്ടുകോണത്ത് ഗുണ്ടാക്രമണം. വീട്ടിൽ കയറി വൃദ്ധയായ സ്ത്രീയെയും പേരക്കുട്ടിയെയും മർദ്ദിച്ചു. ആക്രമണം നടന്നത് ഇന്നലെ രാത്രി 11 മണിയോടെ. പച്ചക്കറി കച്ചവടക്കാരനായ അനിൽകുമാറിന്റെ വീട്ടിലെത്തിയാണ് സംഘം ആക്രമണം നടത്തിയത്. കേരള സർവകലാശാല ONV പുരസ്കാരം പ്രഖ്യാപിച്ചു. കവി സച്ചിദാനന്ദൻ പുരസ്കാരത്തിന് അർഹനായി. തിരുവനന്തപുരം വിതുരയിൽ കാട്ടുപന്നികളുടെ ആക്രമണത്തിൽ കർഷകൻ മരിച്ചു. വിതുര ചായം സ്വദേശി സുനിൽകുമാറാണ് മരിച്ചത്. ഇരുചക്രവാഹനത്തിൽ വരികയായിരുന്ന സുനിൽകുമാറിനെ കാട്ടുപന്നികൾ ആക്രമിക്കുകയായിരുന്നു. കൊല്ലത്ത് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി ഒരാൾ പിടിയിൽ. ഓച്ചിറ ചങ്ങൻകുളങ്ങര സ്വദേശി ഗോപാലകൃഷ്ണനാണ് പോലീസിന്റെ പിടിയിലായത്. വീടിന്റെ സമീപത്ത് സൂക്ഷിച്ച മദ്യം കണ്ടെടുത്തു. കൊല്ലം പ്രസ് ക്ലബിന്റെ വി ലക്ഷ്മണൻ സ്മാരക അവാർഡുകൾ വിതരണം ചെയ്തു. ജേർണലിസം കോഴ്സിൽ മികച്ച വിജയം നേടിയ കൊല്ലം സ്വദേശിക്കുള്ള പുരസ്കാരം ആര്യ ചന്ദ്രൻ സ്വീകരിച്ചു. മീഡിയ ഡയറക്ടർ പ്രകാശനം ചെയ്ത് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ. കോട്ടയത്ത് 376 പേർക്ക് കൂടി കോവിഡ്. 374 പേർക്കും സമ്പർക്ക രോഗബാധ. 306 പേർക്ക് രോഗമുക്തി. ജില്ലയിൽ 4907 പേർ ചികിത്സയിൽ. കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി ഈരാറ്റുപേട്ടയിൽ സമ്മേളനം നടത്തി. കുത്തകകളെ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ കർഷകരെ ഒറ്റുകൊടുത്തെന്ന് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത ജമാഅത്ത് ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സക്കീർ. 126ാമത് മാറാമൻ കൺവെൻഷൻ നാളെ പമ്പ മണപ്പുറത്ത് തുടക്കമാകും. മാർത്തോമ സഭ അധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. വിദേശ മിഷണറിമാർ ഇത്തവണ യോഗത്തിന് എത്തില്ല. ആലപ്പുഴയിലെ വിവാഹ വീട്ടിലെ കൊലപാതകത്തിൽ ഒരാൾ കൂടി പിടിയിൽ. അറസ്റ്റായത് കൊല്ലം പേരയം സ്വദേശി എസ് ഷാരൂൺ. വിവാഹ വീടിന് മുൻവശത്തെ റോഡിൽ മാർഗതടസ്സം സൃഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ഇടുക്കി തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 13 ഡിവിഷനിലും വിവിധ മേഖലയിലും പ്ലാസ്റ്റിക് ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചു. ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് കുപ്പികൾ വലിച്ചെറിയുന്നത് തടയുന്നതിനാണ് ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചത്. ബൂത്തുകളിലെ കുപ്പികൾ പഞ്ചായത്തിലെ ഹരിത കർമ്മസേന നീക്കം ചെയ്യും. കേരളത്തിലെ 4ാമത്തെ സർക്കാർ ആയുർവേദ മെഡിക്കൽ കോളേജിന് ഉടുമ്പൻചോലയിൽ മറ്റന്നാൾ ശിലാസ്ഥാപനം നടത്തും. പച്ചടിയിൽ നിർമ്മിക്കുന്ന ജില്ലയിലെ ആദ്യ ഇൻഡോർ സ്റ്റേഡിയത്തിന് ഈ മാസം 16-നും ശിലാസ്ഥാപനം നടത്തും. ആയുർവേദ മെഡിക്കൽ കോളേജിന്റെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി കെ ശൈലജ വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിക്കും. എറണാകുളം കടവന്ത്രയിൽ വഴിയോര കച്ചവടക്കാരന് നേരെ ആക്രമണം. തമിഴ്നാട്ടുകാരായ 3 അംഗ സംഘം ഇതര സംസ്ഥാന തൊഴിലാളിയുടെ തലയടിച്ചു പൊട്ടിച്ചു. അക്രമികളെ നാട്ടുകാർ ചേർന്ന് മർദ്ദിച്ചു. പരിക്കേറ്റ ഇതര സംസ്ഥാന തൊഴിലാളിയെ ആശുപത്രിയിലേക്ക് മാറ്റി. മൂവാറ്റുപുഴ വാലി കനാലിൽ കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞു. കനാലിൽ കണ്ടെത്തിയത് ദേവികുളം കോടതി ജീവനക്കാരൻ ജിസ്മോന്റെ മൃതദേഹം. കാണാനില്ല എന്നറിയിച്ച് കുടുംബാംഗങ്ങൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിൽ 5 റോഡുകളുടെ നവീകരണത്തിന് തുക അനുവദിച്ചു. പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും അനുവദിച്ചത് 16.50 കോടി രൂപ. ടെൻഡർ നടപടികൾ പൂർത്തിയാകുന്നതനുസരിച്ച് റോഡിന്റെ നിർമ്മാണം ആരംഭിക്കുമെന്ന് എൽദോ എബ്രഹാം MLA. അങ്കമാലിയിൽ ബൈക്കിലെത്തി സ്ത്രീകളെ ശല്യം ചെയ്യുന്നതിനെതിരെ ജനജാഗ്രതാ സമിതി രൂപീകരിച്ചു. ആദ്യഘട്ടത്തിൽ നെടുമ്പാശ്ശേരി പോലീസിന്റെ സഹകരണത്തോടെ എയർപോർട്ട് വാർഡ് കേന്ദ്രീകരിച്ചാണ് സമിതി രൂപീകരിച്ചിരിക്കുന്നത്. നെടുമ്പാശ്ശേരി SI വന്ദന കൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിന്റെ കുഞ്ചൻ സ്മാരക പുരസ്കാരവും കേരള സംഗീത നാടക അക്കാദമി അവാർഡും നേടിയ ഓട്ടംതുള്ളൽ കലാകാരനെ ആദരിച്ചു. മണലൂർ ഗോപിനാഥിനെയാണ് ആദരിച്ചത്. 35 വർഷമായി ഓട്ടംതുള്ളൽ രംഗത്ത് പ്രവർത്തിക്കുന്ന മണലൂർ ഗോപിനാഥ് AKTTA സംസ്ഥാന പ്രസിഡന്റാണ്. സുഗതകുമാരിയുടെ സ്മരണയ്ക്കായി 100 ഇനം നാട്ടുമാന്തോപ്പുകൾ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് കൃഷിമന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ. ഫലവർഗ വികസന പദ്ധതിയിൽ നിന്നും 1 കോടി രൂപയുടെ പദ്ധതിക്കായി വകയിരുത്തിയിട്ടുള്ളത്. സുഭിക്ഷം സുരക്ഷിതം കാർഷിക പരിസ്ഥിതി അധിഷ്ഠിത വിള സൗഹൃദ സംരക്ഷണ പദ്ധതിയുടെയും സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ മഹാരാജാസ് ടെക്നോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പുതുതായി നിർമ്മിച്ച അക്കാദമിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ KT ജലീൽ. കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായി പെരിക്കാവിലാണ് 4,95 ലക്ഷം രൂപ വിനിയോഗിച്ച് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. ആലത്തൂർ നിയോജക മണ്ഡലം സമഗ്ര കാർഷിക പദ്ധതിയായി നിറയ്ക്ക് ഞായറാഴ്ച തുടക്കം. കർഷകരിൽ നിന്ന് നെല്ല് സംഭരിച്ച് അരിയാക്കി ഉപയോക്താക്കൾക്ക് എത്തിക്കുന്നതാണ് സംരംഭം. പരിസ്ഥിതി സൗഹൃദ നെൽകൃഷിയുടെ കൊയ്ത്തുത്സവവും നിറവിഷരഹിത മട്ടയരി, സിഗപ്പി, ഇഡലിയരി എന്നിവയുടെ വിപണനോദ്ഘാടനവും മന്ത്രി VS സുനിൽകുമാർ നിർവഹിക്കും. പാലക്കാട് മണ്ണാർക്കാട് GMUP സ്കൂളിൽ കിഫ്ബിയുടെ ആഭിമുഖ്യത്തിൽ 1 കോടി രൂപ മുടക്കി നൂതന മന്ദിരം വരുന്നു. കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ഈ മാസം 18-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിക്കും. ഫലകശില അനാച്ഛാദനവും ശിലാസ്ഥാപനവും മണ്ണാർക്കാട് MLA N ഷംസുദ്ദീൻ നിർവഹിക്കും. ഇന്റർനാഷണൽ സ്കിൽസ് എൻഹാൻസ്മെന്റ് ട്രെയിനിംഗ് പരീക്ഷയിൽ 1ാം സ്ഥാനം നേടിയ ആയിഷ ജൌഹിയെ ആദരിച്ചു. ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് തിരുവനന്തപുരം ജോയിന്റ് ഡയറക്ടർ A അബൂബക്കർ അവാർഡ് ദാനം നടത്തി. കഴിഞ്ഞ അധ്യയന വർഷം CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ 100% വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കും അവാർഡുകൾ നൽകി.
ഈ വർഷത്തെ മലപ്പുറം ജില്ലാ സബ് ജൂനിയർ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് അത്താണിക്കൽ MIC നടക്കും. മത്സരത്തിൽ നിന്നും സംസ്ഥാന സബ് ജൂനിയർ മത്സരത്തിലേക്കുള്ള ജില്ലാ ടീമിനെ തെരഞ്ഞെടുക്കും. മത്സരാർത്ഥികളുടെ കൂടെ ഒരു പരിശീലകന് മാത്രം പ്രവേശനം. മലപ്പുറം ചങ്ങരംകുളം കോലിക്കരയിൽ യുവാവ് കുത്തേറ്റ് മരിച്ച കേസിൽ പ്രധാന പ്രതിയടക്കം 3 പേർ പിടിയിൽ. ഷമാസ്, മഹേഷ്, അമൽ ബാബു എന്നിവർ അറസ്റ്റിലായി. മുക്കുന്നത്ത് അറക്കൽ മുനീബാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച കൊല്ലപ്പെട്ടത്. മലപ്പുറം നിറമരുതൂരിൽ നവീകരണം പൂർത്തിയായി. പുറൂർ മൂരുവഴിക്കൽ തീരദേശ റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ ഓൺലൈനായി റോഡ് ഉദ്ഘാടനം നിർവഹിച്ചു. മലപ്പുറത്ത് മേലേപ്പാടം മുത്തനാരി പാത്വേ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചു. നഗരസഭാ കൌൺസിലർ രുക്മിണി സുന്ദരൻ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. വി അബ്ദുറഹ്മാൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം. ജൂനിയർ നാഷണൽ അത്ലറ്റിക് മീറ്റിൽ 110 മീറ്റർ ഹഡിൽസിൽ സ്വർണം നേടിയ മുഹമ്മദ് ഹനാന് മലപ്പുറത്ത് സ്വീകരണം. ദീർഘായുഷ് റീഹാബിലിറ്റേഷൻ ആൻഡ് ഫിറ്റ്നസ് സെന്ററിന്റെ നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത്. സ്വീകരണ ചടങ്ങിൽ വിവിധ കായിക താരങ്ങൾ ഹാരാർപ്പണം നടത്തി. കോഴിക്കോട് ഉൾനാടൻ ജലപാത കടന്നുപോകുന്ന കോരപ്പുഴയിൽ ഫിഷറീസ് വകുപ്പിന്റെ പരിശോധന. ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ VK സുധീർ കൃഷ്ണൻ നേതൃത്വത്തിൽ പരിശോധന നടന്നു. പണിക്കർക്കല്ല്, വള്ളിൽക്കടവ്, പുന്നപ്പുഴ, ആനപ്പാറ എന്നിവിടങ്ങളിലായിരുന്നു പരിശോധന. കോഴിക്കോട് പെരുവണ്ണാമൊഴി ഡാം റിസർവോയറിൽ കൂട് മത്സ്യകൃഷി നടപ്പാക്കുന്നു. പ്രധാനമന്ത്രി മത്സ്യസമ്പത്ത് യോജന പദ്ധതിയിലെ 4.10 കോടി രൂപയുടെ ഫണ്ട് ഇതിനായി വിനിയോഗിക്കും. പദ്ധതി ശുദ്ധജല മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുമെന്നും പ്രദേശവാസികൾക്ക് തൊഴിലവസരം നൽകുമെന്നും പ്രതീക്ഷ. വയനാട്ടിൽ ഇന്ന് 161 പേർക്ക് കോവിഡ്. എല്ലാവർക്കും രോഗം ബാധിച്ച് സമ്പർക്കത്തിലൂടെ 237 പേർക്ക് രോഗമുക്തി. ജില്ലയിൽ ചികിത്സയിൽ കഴിയുന്നത് 1707 പേർ. വയനാട് അമ്പലവയൽ 66 KV സബ്സ്റ്റേഷന്റെയും സെക്ഷൻ തല വാതിൽപ്പടി സേവനങ്ങളുടെയും ഉദ്ഘാടനം നിർവഹിച്ച് വൈദ്യുതി വകുപ്പ് മന്ത്രി M. മണി. ഊർജ്ജോൽപാദനം വർദ്ധിപ്പിക്കാൻ സൗരോർജ്ജ ഉൽപാദന പദ്ധതികളെ കൂടുതലായി ആശ്രയിക്കേണ്ടി വരുമെന്ന് മന്ത്രി. അന്തരിച്ച ചലച്ചിത്ര നടൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂർ പയ്യന്നൂർ കോറോമിൽ വീട്ടിലെത്തിയാണ് കുടുംബാംഗങ്ങളെ കണ്ടത്. വികസന മുന്നേറ്റ യാത്രയുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ കാസർകോട്ടേക്ക് പോകുമ്പോഴായിരുന്നു സന്ദർശനം. കണ്ണൂരിൽ 279 പേർക്ക് കൂടി കോവിഡ്. 246 പേർക്ക് സമ്പർക്ക രോഗബാധ. രോഗം സ്ഥിരീകരിച്ചവരിൽ 20 പേർ ആരോഗ്യ പ്രവർത്തകർ. കാസർഗോഡ് കാഞ്ഞങ്ങാട് കൊല്ലപ്പെട്ട ഡിവൈഎഫ്ഐ പ്രവർത്തകൻ അബ്ദുറഹ്മാൻ ഔഫിന്റെ കുടുംബത്തിന് 68 ലക്ഷം രൂപ കൈമാറി ഡിവൈഎഫ്ഐ. കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സമാഹരിച്ച തുക CPIM സംസ്ഥാന സെക്രട്ടറി A. വിജയരാഘവൻ കൈമാറി. ഡിസംബറിലാണ് ഔഫ് അബ്ദുറഹ്മാൻ കൊല്ലപ്പെട്ടത്. അണ്ടർന്യൂസിൽ ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം ഒമർ ലുലുവിന്റെ ഹിന്ദി ആൽബത്തിലെ വിശേഷങ്ങൾ കാണാം. സംവിധായകൻ ഒമർ ലുലുവിന്റെ ഹിന്ദി ആൽബം തൂ ഹി ഹേ മേരി സിന്ദഗി റിലീസ് ചെയ്തു. മലയാളി ദമ്പതികളായ അജ്മൽ ഖാൻ, ജുമാന ഖാൻ എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. തണ്ണീർമത്തൻ ദിനങ്ങൾക്ക് ശേഷം വിനോദ് പൗലോസ് തിരക്കഥയൊരുക്കുന്ന പത്രോസിന്റെ പടപ്പുകൾ എന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ പുറത്തിറക്കി. മരിക്കാർ എന്റർടൈൻമെന്റിന്റെ ബാനറിൽ അഫ്സൽ അബ്ദുൽ ലത്തീഫാണ് ചിത്രം സംവിധാനം ചെയ്തത്. മമ്മൂട്ടിയും പൃഥ്വിരാജും ചേർന്നാണ് ചിത്രത്തിന്റെ പോസ്റ്റർ റിലീസ് ചെയ്തത്. തമിഴ് ഹാസ്യ നടൻ സന്താനം നായകനാകുന്ന പാരീസ് ജയരാജ് എന്ന തമിഴ് ചിത്രത്തിലെ ഗാനം പുറത്തിറങ്ങി. ബച്ചാ ബാജിക്ക് എന്ന ഗാനം ആലപിച്ചിരിക്കുന്നത് സന്തോഷ് നാരായൺ. ജോൺസൺ K. കഥയെഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ്. കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതായി വ്യാജ വാർത്ത. ഏപ്രിൽ മാസത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നും വ്യാജ പ്രചാരണം. സൂര്യന്റെ ഉപരിതലത്തിലെ ഏറ്റവും തെളിഞ്ഞ ചിത്രം അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ പുറത്തുവിട്ടു എന്ന തരത്തിൽ പ്രചരിക്കുന്നത് വ്യാജ ചിത്രം പരിശോധിക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സൂര്യന്റെ ഉപരിതലത്തിന്റെ ഏറ്റവും തെളിഞ്ഞ ചിത്രം സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അമേരിക്കയുടെ ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ നാസ പുറത്തുവിട്ട ദൃശ്യമെന്ന തലക്കെട്ടോടെയാണ് ചിത്രം വൈറലാകുന്നത്. തിളങ്ങുന്ന രേഖകൾ ഇളകുന്നതുപോലെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ളതാണ് ചിത്രം. ഇത്തരത്തിൽ ഉപരിതലം ദൃശ്യമാകുന്നത് കാന്തിക ബലം ഉൾപ്പെടെയുള്ള തത്വങ്ങളുടെ പിന്തുണയോടെയാണെന്നും ചിത്രം പങ്കുവച്ചവർ പറയുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ചിത്രത്തിന് നാസയുമായി ഒരു തരത്തിലുള്ള ബന്ധവുമില്ല. മിഷിഗണിലെ ജേസൺ ഗെൽസ്വെൽ എന്ന ആസ്ട്രോ ഫോട്ടോഗ്രാഫറുടേതാണ് ചിത്രം. ജനുവരി 13-ന് ഇതേ ചിത്രം അദ്ദേഹം തന്റെ ട്വിറ്റർ പേജിൽ പങ്കുവച്ചിട്ടുണ്ട്. സൗരോപരിതലത്തിലെ രണ്ടാമത്തെ പാളിയായ ക്രോമോസ്ഫിയറിന്റെ ഡിജിറ്റലി എഡിറ്റ് ചെയ്ത ചിത്രമെന്ന തലക്കെട്ടോടെയാണ് ജെയ്സൺ ഇത് പങ്കുവച്ചത്. ഈ ചിത്രമാണ് സമൂഹമാധ്യമങ്ങളിൽ നാസ പുറത്തുവിട്ട ചിത്രമെന്ന തരത്തിൽ തെറ്റായി പ്രചരിക്കുന്നത്. ഇപ്പോൾ കിട്ടിയ വാർത്ത.
മഹാരാഷ്ട്രയിൽ 3611 പേർക്ക് കൂടി കോവിഡ്, 1773 പേർക്ക് രോഗമുക്തി, 24 മണിക്കൂറിടെ 38 കോവിഡ് മരണം. പഞ്ചാബ് അതിർത്തിയിൽ പാക് പൗരൻ കൊല്ലപ്പെട്ടു. അമൃത്സർ ആൻഡ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് നടത്തിയ ആന്റി നാർക്കോ ടെററിസം ഓപ്പറേഷനാണ് കൊല്ലപ്പെട്ടത്. ഇയാൾക്ക് 15 കിലോ ഹെറോയിനും വെടിമരുന്നും കണ്ടെടുത്തു. ഡൽഹിയിൽ വ്യാജ പാസ്പോർട്ടും വിസയും നൽകിയ ആളുകളെ വഞ്ചിച്ച കേസിൽ 59 ഏജന്റുമാർ അറസ്റ്റ്. ഡൽഹി പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് അറസ്റ്റ്. ഗുജറാത്തിൽ ഈ മാസം 18 മുതൽ സ്കൂളുകൾ തുറക്കും. അധ്യയനം തുടങ്ങുക 6 മുതൽ 8 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾക്ക്. മണിപ്പൂരിൽ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ 3 തൊഴിലാളികൾ രക്ഷപ്പെടുത്തി. സുരക്ഷാ സേന രക്ഷപ്പെടുത്തിയത് കുക്കി തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ തൗബാൽ സ്വദേശികളെ. ന്യൂസ് പൂർത്തിയാകുന്നു. ഇനി 24 റൗണ്ട് ഓഫുമായി ടി കെ രജിത്ത്. നമസ്കാരം. Number 1 election channel 24.